34-ന്റെ നിറവിൽ MGM. നെഹ്റു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ഇനി MGM നെഹ്റു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ചാത്തന്നൂർ. MGM ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഭാഗമായി നെഹ്റു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ കൈതക്കഴി ആദിച്ചനല്ലൂർ ഇന്ന് MGMുമായി കൈകോർക്കുന്നതിന്റെ ഭാഗമായി നവീകരിച്ച നെഹ്റു പാർക്കിന്റെ സമർപ്പണം നിർവഹിക്കുന്നു. The aura of leaders, Panakkad Syed Sadiq Ali Shihab Tangal, Reverend Dr. Joseph Mar Dionysius Metropolitan, Reverend Matthews Mar Seraphin Episcopal, Swami Guru Ratnam Jnana Tapaswi, our Honorable Founder and Chairman Dr. Givargis Yohanan, MLA Sri G.S. Jayalal, MLA Sri P.C. Vishnunath, Sri A. Jayagumar Ji, Mr. Dhyan Srinivasan, and other dignitaries converging right here. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം. സ്നേഹത്തിന്റെ പ്രതീകമായ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പാവന സ്മരണയ്ക്ക് മുന്നിൽ 1 മിനിറ്റ് മൗനം ആചരിക്കാം. സ്വാഗത പ്രസംഗത്തിനായി MGM കോളേജുകളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബഹുമാന്യനായ ശ്രീ H. അഹിന സാറിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛൻ മരണപ്പെടുന്നത് 91 ഡിസംബർ 31 പിറ്റേ മാസം തന്നെ അച്ഛൻ്റെ ആഗ്രഹം സബലീകരിക്കാനുള്ള പ്രയത്നങ്ങൾ അദ്ദേഹം ആരംഭിച്ചു. ആദ്യ ജനുവരി മാസം തന്നെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങുവാനുള്ള ട്രസ്റ്റ് രൂപീകരിച്ചു. 92 കൊട്ടാരക്കരയിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമധേയത്തിൽ മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂളിന് തുടക്കം കുറിച്ചു. ബഹുമാന്യ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഒരുപാട് സുബ്ഖാനകൾ ഉണ്ടായിരുന്നു. വിദേശത്തു നിന്ന് പോലും അറിവ് നേടുന്നതിന് വേണ്ടി ഇന്ത്യയിലെ സുബ്ഖാനകളിലേക്ക്, ഇന്ത്യയിലെ വിവിധങ്ങളായിട്ടുള്ള സർവകലാശാല തുല്യമായ കോളേജുകളിലേക്ക് ഇതര രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ടും ആളുകൾ പ്രവഹിച്ചിരുന്ന ഒരു ഭൂതകാലം കൂടി നമുക്കുണ്ടായിരുന്നത്. 1964 മെയ് 25 മലപ്പുറത്തെ പാണക്കാട് പൂക്കോയ കുടുംബത്തിൽ ജനനം. ഇസ്ലാം ആശയദർശനങ്ങൾ പൊതുജന സമക്ഷത്തിലേക്ക് എത്തിക്കാൻ ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ. ഇസ്ലാം വിദ്യാഭ്യാസ വിചക്ഷണൻ, സമുന്നതനായ അധ്യാപകൻ, സാമൂഹിക ക്ഷേമകാര്യങ്ങളിൽ കാര്യമാത്ര പ്രസക്തമായ നേട്ടങ്ങൾ, നിരവധി അവാർഡുകൾക്ക് ഉടമ. ഇപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി. അങ്ങയുടെ പാദസ്പർശത്താൽ MGM അക്ഷരനഗരി ഇവിടെ ധന്യമാകുന്നു. മഹാനായ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം വിദ്യാർത്ഥികളോട് പലപ്പോഴും പറയാറുണ്ട്, പഠിക്കുക, നന്നായി പഠിക്കുക എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് തന്നെ ചെയ്യുക, അത് നാളത്തേക്ക് വെക്കരുത്. ഒന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ തന്നെ ചെയ്യുക എന്ന് അദ്ദേഹം പറയാറുണ്ട്. എന്നതുപോലെ തന്നെയാണ് ആദരണീയനായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ അവർകൾ ഈ സ്ഥാപനത്തിൻ്റെ, അതുപോലെ അവരുടെ ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനി, അതിലുള്ള ഓരോ സ്ഥാപനത്തിൻ്റെയും വളർച്ചയ്ക്ക് എന്താണോ എപ്പോഴാണോ ചെയ്യേണ്ടത് അത് അപ്പോൾ തന്നെ ചെയ്തു കൊടുത്തുകൊണ്ട് അതിൻ്റെ വളർച്ചയെ അദ്ദേഹം എളുപ്പമാക്കും. എല്ലാത്തിലുള്ള ആശംസകളും നേരുക. ഡോക്ടർ ജോസഫ് മാർ മെത്രാപ്പൊലീത്ത, തിരുവല്ല തെക്കിൻ കണ്ടത്തിൽ കുടുംബത്തിൽ TV മത്തായി ഏലിയമ്മ മത്തായി ദമ്പതികളുടെ മകൻ. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും 1981 1ാം റാങ്കോടെ മാസ്റ്റേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കി ചിത്തനാസ് അവാർഡും ഗോൾഡ് മെഡലും സ്വന്തമാക്കി. കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MPhil PhD ബിരുദം. 1985 ഡിസംബർ 4 സന്യാസ ശ്രേഷ്ഠനായി. പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ സുവോളജി അധ്യാപകൻ, സുവോളജി റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ എന്നിങ്ങനെയും പ്രവർത്തന മണ്ഡലം. 2003 അമേരിക്കൻ ബിയോഗ്രാഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാൻ ഓഫ് ദി ഇയർ പുരസ്കാരം, 2008 സെന്റ് ബെർക്കുമാൻ അവാർഡ് എന്നിവയും കരസ്ഥമാക്കി. പഠിതാക്കൾക്ക് സാരഥി.
ആശ്രയം തേടുന്നവർക്ക് വഴികാട്ടി, പ്രഭാഷകൻ എന്നിങ്ങനെ തന്റെ കർമ്മമണ്ഡലത്തിൽ തിളങ്ങുന്ന മഹനീയ മെത്രാപ്പൊലിത്തയ്ക്ക് MGM അക്ഷരനഗരിയിലേക്ക് സ്വാഗതം. ഞങ്ങളെ അതിരറ്റ് സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അവിടുത്തെ ദിവ്യ സമാധാനം ഞങ്ങൾക്കും എല്ലാവർക്കും ലോകത്തിനും നൽകണമേ. വിദ്യാഭ്യാസത്തിലൂടെ പഠിപ്പിക്കുക, പ്രബോധിപ്പിക്കുക, പ്രകാശിപ്പിക്കുക എന്നുള്ള ദിവ്യമായ സന്ദേശം ഞങ്ങളിലൂടെ പ്രാവർത്തികമാക്കുവാൻ ഇടയാകണമേ. ദൈവമേ, അവിടുത്തെ മഹാകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് ഈ അടിസ്ഥാന ശില ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇവിടെ ഈ ദേശത്തുള്ള, ഈ സമൂഹത്തിലുള്ള അനേക കുഞ്ഞുങ്ങൾക്ക് അക്ഷര വെളിച്ചം നൽകുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ, നയിക്കണമേ. ഇതിൻ്റെ ചെയർമാനായിരിക്കുന്ന പ്രിയപ്പെട്ട ഗീവർഗീസ് യോഹന്നാൻ സാറിനെയും അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകരെയും ശാക്തീകരിക്കണമേ, അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും എന്നാളും സ്തുതിയും സ്തോത്രവും നിത്യമായി കരയേറ്റുവാനായിട്ട് തന്നെ. ആമീൻ. പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ ഈ അടിസ്ഥാന ശില വാഴ്ത്തപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുന്നു. ഭസ്മോദാബോ ഉദാബറോ ഹായോ കാദീശല ഹായേദൽ ഓലം വൽമീ. ശ്രീ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ. മനുഷ്യജീവിതം വളരെയധികം പരിമിതികൾ നിറഞ്ഞതാണ്. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് അനേക തരത്തിലുള്ള പരിമിതികളുണ്ട്. എന്നാൽ നമ്മുടെ പരിമിതികളെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് ദൈവികതയുടെ മായിട്ടുള്ള ബന്ധത്തിലാണ്. കിഴക്കേ ചെറുപാളത്തിൽ ബെഹനാൻ ചാണ്ടിയുടെയും ശ്രീമതി അന്നമ്മ ചാണ്ടിയുടെയും മകനായി മല്ലപ്പള്ളിയിൽ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ചങ്ങനാശ്ശേരി NSS ഹിന്ദു കോളേജിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദം. ജബൽപൂർ റാണി ദുർഗാവതി വിശ്വവിദ്യാലയയിൽ നിന്ന് ഹിന്ദിയിൽ ബിരുദാനന്തര ബിരുദം. ഹിതകാരണി ലോ കോളേജിൽ നിന്ന് നിയമബിരുദം. ആശ്രമ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി 1993 സിഹോറ ആശ്രമത്തിൽ ചേർന്നു. ജബൽപൂർ ലിയോനാർഡ് തിയോളജിക്കൽ കോളേജിൽ നിന്ന് 2003 ബാച്ചിലർ ഓഫ് ഡിവിനിറ്റി ബിരുദം. വിവിധയിടങ്ങളിൽ വികാരിയായി സന്നദ്ധ പ്രവർത്തനങ്ങൾ. സിഹോറ EMT ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ, നോർത്ത് ഇന്ത്യ മാർത്തോമ ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് പ്രസിഡന്റ് എന്നിങ്ങനെ ഭാരവാഹിത്വങ്ങൾ. നിരവധി പുസ്തകങ്ങളുടെ രചയിതാവ് കൂടിയാണ് മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ തിരുമേനി. തന്നിലർപ്പിതമായ കർത്തവ്യങ്ങൾ ഒന്നൊന്നായി നിറവേറ്റുന്നതിൽ കാണിക്കുന്ന നിഷ്കർഷയാണ് വിജയത്തിൻ്റെ കാരണമെന്ന് ഉറച്ചു വിശ്വസിച്ച് പ്രവർത്തിക്കുന്ന മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ തിരുമേനിക്ക് MGM അക്ഷരനഗരിയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലുള്ള സമൂഹത്തിൽ എത്രമാത്രം അനുകരണീയമായൊരു മാതൃകയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഇതിനോടകം മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിലൂടെ ആരംഭിക്കുന്നതായിട്ടുള്ള ഈ പുതിയ പ്രസ്ഥാനത്തിന് എല്ലാവിധമായ ഭാവങ്ങളും പ്രാർത്ഥനയും ആശംസിക്കുക അത്രേ ചെയ്യുന്നത്. വിദ്യാഭ്യാസ രംഗവും വളരെയധികം വെല്ലുവിളികൾ നേരിടുന്നു. അതിൻ്റെ മധ്യത്തിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എല്ലാവരെയും ഉൾച്ചേർക്കുവാൻ, വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഏറ്റവും അനുഗ്രഹീതമായി മുന്നേറുവാനും ഈ ഒരു സ്ഥാപനത്തിലൂടെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ശ്രീ PC വിഷ്ണുനാഥ് MLA, C ചെല്ലപ്പൻ പിള്ളയുടെയും ലീല C പിള്ളയുടെയും മകനായി കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര മേവടിയിൽ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം ശാസ്താംകോട്ട DB കോളേജിൽ പഠനം. തിരുവനന്തപുരം ലോ കോളേജിൽ നിന്ന് നിയമബിരുദം. ബിരുദ പഠനകാലത്ത് കേരള സ്റ്റുഡൻസ് യൂണിയൻ സെക്രട്ടറിയായി രാഷ്ട്രീയ ജീവിതാരംഭം. ആർട്സ് ക്ലബ് സെക്രട്ടറി, UUC എന്നിങ്ങനെയുള്ള ഭാരവാഹിത്വം. 2001 കേരള സർവകലാശാല സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ബസ് ചാർജ് വർധനവിനെതിരെ നടന്ന ഐതിഹാസിക സമരമടക്കം നിരവധി സമര പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് ജനമനസ്സുകളിൽ ഇടം പിടിച്ച ശ്രീ PC വിഷ്ണുനാഥ് 2006 ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ പ്രവേശം. കാഹളം മാറ്റൊലിക്കും ജാഥ നയിക്കാം, പിടിനാദമായിരം വിടും ഈ
വിനയാന്വിത പെരുമാറ്റത്തിലൂടെയും ജനോപകാര പ്രവർത്തനങ്ങളിലൂടെയും നാടിന്റെ പൊന്നോമനയായി വളർന്ന ശ്രീ PC വിഷ്ണുനാഥിന് MGM അക്ഷരനഗരിയിലേക്ക് സ്നേഹസ്വാഗതം. തീർച്ചയായും ഇപ്പോഴത്തെ കുട്ടികളെ നമ്മുടെ വിദ്യാഭ്യാസത്തെ വളരെ സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി നമ്മൾ സമീപിക്കേണ്ട ഒരു കാലമാണ്. കാരണം നമ്മുടെ ആരുടെയും വിദ്യാഭ്യാസത്തിൻ്റെ കാലമല്ല അവർ ഇപ്പോൾ ജീവിക്കുന്ന കാലം. അതാണ് തിരുമേനി പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം കുട്ടികൾ അവരുടെ ജീവിതത്തിൻ്റെ നല്ല സമയം സ്കൂളിലാണ് ഉള്ളത്. അപ്പോൾ നല്ല സമയം സ്കൂളിൽ അവർ ചിലവഴിക്കുമ്പോൾ അത്രയും സൂക്ഷ്മതയോടുകൂടി ജാഗ്രതയോടുകൂടി ഈ കുട്ടികളെ പരിപാലിക്കേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം ഇക്കാലത്തെ സ്കൂളുകൾക്കുണ്ട്. സ്കൂളുകളെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾക്കുണ്ട്, ഗവൺമെൻറ്റുകൾക്കടക്കമുണ്ട്. മലയാളത്തിൻ്റെ ഭാവഗായകൻ ജയചന്ദ്രൻ പാടിയ ഒരു തമിഴ് പാട്ടിൻ്റെ 2 വരിയും മലയാളം പാട്ടിൻ്റെ 2 വരിയും കൂടെ പാടി. കാരണം ഒരു 4 വരി കൂടുതലൊന്നും നിങ്ങൾ എന്നെ താങ്ങില്ല. രാസാത്തിയുന്നേ കാണാതെ നെഞ്ച് കാത്താടി പോലാടുതേ, രാസാത്തിയുന്നേ കാണാതെ നെഞ്ച് കാത്താടി പോലാടുതേ, പൊഴുതാകി പോച്ച് വിളക്കേത്തിയാച്ച് പൊന്മാനെ ഒന്നേ തേടുതേ, രാസാത്തി ഒന്നേ കാണാതെ നെഞ്ച് കാത്താടി പോലാടുതേ. മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി, നീലേ താഴെ തളിരാർന്നു പൂവനങ്ങൾ, മോഹം കൊണ്ടു ഞാൻ ദൂരയേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി. സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി. ആലപ്പുഴ ചേർത്തലയിൽ ജനനം. ചേർത്തല SB കോളേജിൽ ബിരുദ പഠനം. അഹമ്മദാബാദ് ട്രിയോ ഫാർമ കമ്പനിയുടെ എറണാകുളം ഡിസ്ട്രിക്ട് ഹെഡായി പ്രവർത്തിച്ചു വരുമ്പോഴായിരുന്നു ജീവിതഗതി മുഴുവൻ മാറ്റിമറിച്ച സംഭവ വികാസങ്ങൾക്ക് തുടക്കമാകുന്നത്. നവജ്യോതി ശ്രീ കരുണാകര ഗുരുവിനെ കാണുന്നതും ജീവിത വഴിത്തിരിവുണ്ടാകുന്നതും അപ്പോളായിരുന്നു. ശാന്തിഗിരി ആശ്രമം മെഡിസിൻ വിതരണ ശൃംഖലയിലൂടെ ആരംഭിച്ച സന്യാസ ജീവിതം വഴി സമൂഹത്തിന് നന്മയുടെ വഴികാട്ടിയായി. നമുക്ക് നമ്മളെ സ്നേഹിക്കുന്നവരെ വിശ്വസിക്കുക, എന്താ? അല്ലെങ്കിൽ ഈ ലോകത്ത് മറ്റൊരാളെയും നമുക്ക് സ്നേഹിക്കാനാവില്ല. ഒരാളുടെ വളർച്ചയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് അവനവനോടുള്ള സ്നേഹവും വിശ്വാസവുമാണ്. സ്വയം സ്നേഹിക്കാനും വിശ്വസിക്കാനും പഠിക്കുക. അത് അത്ര പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. സ്വാമിയുടെ പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടായി ശാന്തിഗിരി ആശ്രമത്തിനു കീഴിൽ ശാന്തിഗിരി സിദ്ധ മെഡിക്കൽ കോളേജ്, പാലക്കാട് ആയുർവേദ മെഡിക്കൽ കോളേജ് എന്നിവ ആരംഭിച്ചു. 2003 മുതൽ ആശ്രമം ബോർഡ് ഓഫ് ഡയറക്ടർ അംഗം, 2009 ശാന്തിഗിരി ആശ്രമം ഓർഗനൈസിംഗ് സെക്രട്ടറി. അന്നു മുതൽ ആശ്രമ പ്രവർത്തനങ്ങളുടെ സാരഥി, മികച്ച സംഘാടകനും പ്രാസംഗികനും സർവോപരി മോട്ടിവേറ്റർ കൂടിയായ നന്മയുടെ, സ്നേഹത്തിന്റെ, ശാന്തിയുടെ സന്ദേശവാഹകനായ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വിക്ക് MGM അക്ഷരനഗരിയിലേക്ക് സ്നേഹസ്വാഗതം. മഹാനായ ഖലീൽ ജിബ്രാന്റെ ഒരു വാക്കാണ് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം ദൈവത്തിൻ്റെ പേനയാക്കി മാറ്റുക, അവിടെ അവൻ ജീവിതം എഴുതട്ടെ. ഇസ്തിരിയിട്ട വാക്കുകളേക്കാൾ നാവിനെ പേനയാക്കുന്ന പച്ച മനുഷ്യൻ്റെ ഭാഷ, അതാണ് ഈ മഹാനായ മനുഷ്യനിൽ നിന്ന് നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നു. ഇനി നവീകരിച്ച സ്കൂൾ കെട്ടിടം സമർപ്പണ ചടങ്ങാണ്. ബഹുമാനപ്പെട്ട MLA ശ്രീ GS ജയലാൽ സാറിനെ സ്കൂൾ കെട്ടിട സമർപ്പണത്തിനായി സാദരം സ്വാഗതം ചെയ്യുന്നു. താക്കോൽ ഏറ്റുവാങ്ങുന്നതിനായി MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ ശ്രീ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
അവർക്ക് MGMന്റെ സ്നേഹോപഹാരം സമർപ്പിക്കുന്നത് MGMന്റെ ഫൗണ്ടറും ചെയർമാനുമായ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ. ശ്രീ GS ജയലാൽ MLA, S ഗോപാലകൃഷ്ണ പിള്ളയുടെയും സതീഭായിയുടെയും മകനായി കൊല്ലം ചിറക്കരയിൽ ജനനം. ചിറക്കര ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രാഥമിക പഠനം. അച്ഛന്റെ പാരമ്പര്യത്തിലൂന്നി മകനും രാഷ്ട്രീയ ജീവിതാരംഭം. നമ്മളെ നയിച്ചവർ ജയിക്കണം. കൊല്ലം കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ എംപ്ലോയീസ് യൂണിയൻ വൈസ് പ്രസിഡന്റ്, ചാത്തന്നൂർ AOF സെക്രട്ടറി, ഓൾ കേരള വാട്ടർ അതോറിറ്റി എംപ്ലോയീസ് യൂണിയൻ സ്റ്റേറ്റ് പ്രസിഡന്റ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കൊല്ലം ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പർ എന്നിങ്ങനെ ഭാരവാഹിത്വങ്ങൾ. ചാത്തന്നൂർ മണ്ഡലം പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭാ പ്രവേശം. ജനോപകാര പ്രവർത്തനങ്ങളാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ശ്രീ GS ജയലാൽ MLAക്ക് MGM അക്ഷരനഗരിയിലേക്ക് സുസ്വാഗതം. എല്ലാ വിദ്യാലയങ്ങളും അങ്ങനെ തന്നെയാണ്. നമ്മളെല്ലാം പറയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ആത്യന്തിക ലക്ഷ്യം നല്ല മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതാണെന്നാണ്. നമ്മളെല്ലാം പറയുന്നത് എങ്ങനെയാണ്? എല്ലാ സ്കൂളുകളും പ്രഖ്യാപിക്കുന്ന അതാണ്. നല്ല മനുഷ്യരെ സൃഷ്ടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ നല്ല മനുഷ്യരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് മെച്ചപ്പെട്ട വിദ്യാലയങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നതെങ്കിൽ ആ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും നമ്മൾ മത്സരബുദ്ധിയോടുകൂടി കുട്ടികളെ അങ്ങനെ വാർത്തെടുക്കുന്നത് മാത്രമാണോ ശരി? അവരെ സമൂഹത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതില്ലേ എന്ന ചിന്ത കൂടിയൊക്കെ നമ്മുടെ ഈ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ പാഠ്യക്രമങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അങ്ങനെ ഓരോ കുട്ടിയെയും ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് നമ്മൾ ഓരോ ദിനവും നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ ആയാലും നമ്മുടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ ആയാലും അങ്ങനെ വിലയിരുത്തി നല്ലൊരു മനുഷ്യനായി അവർ രൂപപ്പെടുന്നുണ്ടെന്ന്. The proud alumni of Nehru Memorial Public School, Dr. Nitin Mahadoon, receiving the honor from our Honorable MLA, Mr. Binun Wahid. Sir, you may please come to the stage to receive the honors. Memorial Public School. And Mr. Jiju P. Alex, member of Kerala State Planning Board, Professor of Kerala Agricultural University, receiving the award from the Honorable MLA. Dr. Jacob John, Senior Consultant in General Surgery and Neurosurgery. Mr. K. Ajit Kumar, receiving memento from Dhyan Srinivasan. Invite Mr. Rajmohan Sir to receive the memento from Dhyan Srinivasan. Inviting Dr. Naufal to receive the memento from Dhyan Srinivasan. ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ, MGM എന്ന ബ്രാൻഡ് നെയിം കേരള വിദ്യാഭ്യാസ മേഖലയ്ക്ക് സംഭാവന നൽകിയ വിദ്യാഭ്യാസ ചിന്തകൻ. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിലുള്ള നെല്ലിക്കുന്നം എന്ന ഗ്രാമപ്രദേശത്ത് ജനിച്ച ഡോക്ടർ ഗീവർഗീസ് യോഹന്നാൻ വിദ്യാഭ്യാസത്തിനു ശേഷം 1971 ഫെഡറൽ ബാങ്കിൽ ഒരു ഉദ്യോഗസ്ഥനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1973 വിദേശത്ത് പോയ അദ്ദേഹം ഒമാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിയിൽ പ്രവേശിക്കുകയും 1974 നാഥൻ ട്രേഡിംഗ് LLC എന്ന പേരിൽ ഒരു കമ്പനി ആരംഭിക്കുകയും ചെയ്തു. സാധാരണക്കാർക്ക് ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം പ്രദാനം ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ 1994 കൊട്ടാരക്കരയിൽ MGM റെസിഡൻഷ്യൽ പബ്ലിക് സ്കൂൾ സ്ഥാപിച്ചു. MGM എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അമരക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട ചെയർമാൻ ഡോക്ടർ ഗീവർഗീസ് യോഹന്നാന് അക്ഷരസ്പർശം കൊണ്ട് പവിത്രമായ ഈ MGMന്റെ മണ്ണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. എൻ്റെ അപ്പൻ മരണപ്പെടുന്ന സമയത്ത് പറഞ്ഞത് നീ ഒരു പള്ളിക്കൂടം തുടങ്ങുമെന്ന്. ഇപ്പോൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് 25 സ്കൂള് ദൈവം നമുക്ക് തന്നിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. അതിലധ്വാനിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ചെയ്യുന്ന നന്മ പ്രവർത്തിക്ക് ദൈവം തമ്പുരാൻ നന്മകൾ തരട്ടെ. നിങ്ങളെ കൂടുതലായിട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കുള്ള ഉദ്ദേശം മറ്റൊന്നും അല്ലല്ലോ, കാശുണ്ടാക്കാനല്ലല്ലോ ഈ പരിപാടിയൊന്നും. ഈ സ്കൂള് നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം ഇവിടെ കാട്ടിക്കൂട്ടിയ പരിപാടികളൊക്കെ ഈ മാത്യു സാറ് മിക്കവാറും എല്ലാ ദിവസവും വന്ന് കാണാറുണ്ടായിരുന്നു. കുറഞ്ഞതോടെ ഒരു ദിവസം ഒരു 10-50 പേര് വീതം കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഉള്ള അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മളിവിടെ കയറാനൊക്കെ. നേരത്തെ മാത്യു സാറ് ഇതിനകത്ത് കയറാനൊക്കെ വരുന്നു.
മുള്ളും പറക്കാരെയും കയറി തടന്ന ഒരു സ്ഥലം. ഇതിനെ ഇത്ര മനോഹരമാക്കി എടുക്കാനായിട്ട് നമ്മുടെ കൂടെ ആൾക്കാരുണ്ടായിരുന്നു എന്നുള്ളതാ സത്യം. അപ്പോൾ ഇതൊന്നും എൻ്റെ മിടുക്കായിട്ടൊന്നും ഞാൻ സമ്മതിക്കുന്നില്ല, ഒരിക്കലുമല്ല. ഞാൻ ഗൾഫിലെങ്ങാണോ ഇരുന്നുകൊണ്ട് വല്ലപ്പോഴുമൊക്കെ വല്ലതുമൊക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ ഇതെല്ലാം ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ ആൾക്കാരുണ്ടെന്നുള്ളതാണ് സത്യം. Let's welcome the ever versatile Sri Dhyan Srinivasan. ധ്യാൻ ശ്രീനിവാസൻ മലയാളത്തിന്റെ പ്രിയ നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ വിമല ശ്രീനിവാസൻ ദമ്പതികളുടെ ഇളയ മകനായി കൂത്തുപറമ്പിൽ ജനനം. എൻ്റെ ഇന്നേ ദിവസം വരെ ഞാൻ ഓടില്ല എന്ന് വിചാരിച്ച സിനിമ ഓടിയിട്ടില്ല. ഞാൻ പല സ്ഥലത്തും പറഞ്ഞു, ഞാൻ ഇന്നേ വരെ ഇഷ്ടപ്പെട്ട് അടുത്ത കാലത്ത് അഭിനയിച്ച ഒരു സിനിമയുമില്ല. പച്ചയായ തുറന്നു പറച്ചിലുകൾ അച്ഛനിൽ നിന്നു ലഭിച്ച പാരമ്പര്യമാകാം. ഏതായാലും ഇഷ്ടമാണ് ഞങ്ങൾക്ക് ധ്യാനിനെ. എന്തിന്? ഞാൻ സംവിധാനം ചെയ്ത് എഴുതിയ സിനിമ പോലെ എനിക്കിഷ്ടം. വിനയാന്വിത പെരുമാറ്റത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങളുടെ ഇഷ്ടതാരമായി മാറിയിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസൻ. ധ്യാനിന് അറിവിന്റെ വാതിൽ തുറക്കാൻ MGM അക്ഷരനഗരിയിലേക്ക് സ്നേഹസ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 1987 കാലഘട്ടത്തിൽ കണ്ണൂർ പൂക്കോട് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ എൻ്റെ അച്ഛനൊരു വീട് പണിതു. ആ വീട് പിന്നീട് ഒരു ലാൻഡ്മാർക്ക് ആയി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മൈസൂരിലേക്ക് പോകുന്ന സ്റ്റേറ്റ് ഹൈവേ ആയിരുന്നു. അപ്പം പലരും ബസ്സിലൂടെയൊക്കെ പോകുന്ന സമയത്ത് പലരും ആ വീട് കണ്ട്, ഇതാണ് ശ്രീനിവാസൻ്റെ വീട്, ശ്രീനിവാസൻ്റെ വീട്, ശ്രീനിവാസൻ്റെ വീടെന്ന് അങ്ങനെ പലരും പല ഭാഗത്തു നിന്നായിട്ട് കാസർഗോഡ് നിന്നും കോഴിക്കോട് നിന്നൊക്കെ ആയിട്ട് ആ വീട് കാണാൻ പലരും വരുമായിരുന്നു. അങ്ങനെ അതിനു മാത്രം എല്ലാവരും ഒരു നിൽക്കലും സാധാരണക്കാർ താമസിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം 88 കാലഘട്ടത്തിൽ വലിയൊരു കോൺക്രീറ്റ് വലിയ 2 നില വീട് പണിയുന്നു. ആ വീട് ഭയങ്കര ശ്രദ്ധ നേടുന്നു. അങ്ങനെ എൻ്റെ അച്ഛൻ ആ സമയത്ത് ഒരു ചെറിയൊരു അഹങ്കാരമൊക്കെ ഉണ്ടായി, കാണണം, വലിയ വീട് പണിതു, പൈസയുണ്ട് കയ്യിൽ. അങ്ങനെ ഈ വീട് കാണാൻ വേണ്ടി പലരും വരികയും വഴി പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ പലരും പറയുന്നതെന്ന് വെച്ചാൽ തലശ്ശേരി ആ ശ്രീനിവാസൻ്റെ വീട് കഴിഞ്ഞിട്ട് ഇടത്തോട്ട് തിരിയുമ്പോൾ, അല്ലെങ്കിൽ ശ്രീനിവാസൻ്റെ വീട് കഴിഞ്ഞ് വലത്തോട്ട് തിരിയുമ്പോൾ, അങ്ങനെയായി പിന്നീട് ആ സ്ഥലത്തെ പല അമ്പലങ്ങളും ദേവാലയങ്ങളൊക്കെ അറിയപ്പെട്ടിരുന്നത് പോലും ശ്രീനിവാസൻ്റെ വീട് കഴിഞ്ഞ് 2 കിലോമീറ്റർ അപ്പുറേ. വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ വീണ്ടും ഒരു വീട് പണിതു എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരക്കടുത്ത് കണ്ടനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത്. അന്ന് തൊട്ട് ഇന്ന് വരെ അച്ഛൻ പറഞ്ഞു വരുന്നത് MGM സ്കൂള് കഴിഞ്ഞ് നേരെ തിരിയുമ്പോൾ താഴോട്ട്. ഇപ്പോഴും കഴിഞ്ഞ 2 ദിവസം മുന്നേ വരെ കൊറിയറുകാരൻ വരുമ്പോൾ എൻ്റെ അമ്മ പറഞ്ഞ് MGM സ്കൂള് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കാണുന്ന വീട്. എൻ്റെ അച്ഛനൊരു മേൽവിലാസം ഉണ്ടാക്കി തന്നതിനും ഹങ്കാരിയായ എൻ്റെ അച്ഛനെ മനുഷ്യനാക്കി തീർത്തതിനും MGM സ്കൂളിനോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു ഈ വേളയിൽ. ജയകുമാർ ഇന്ത്യയുടെ ശാസ്ത്രീയ പാരമ്പര്യത്തെയും ശാസ്ത്ര വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പുരോഗതികളെക്കുറിച്ചും മറ്റും ഗവേഷണങ്ങൾ നടത്തുകയും അവ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന ഓർഗനൈസേഷൻ അതാണ് വിജ്ഞാന ഭാരതി. വിജ്ഞാന ഭാരതിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ സുപ്രധാന പ്രവർത്തനങ്ങൾ നടത്തി പ്രശസ്തനായ മികച്ച സംഘാടകനായ വ്യക്തി, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച MGM ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തനങ്ങളിൽ എന്നും ഒപ്പമുള്ള ശ്രീ ജയകുമാർ MGM ഉദ്ഘാടന വേദിയിലേക്ക് സുസ്വാഗതം. നിന്ന് ഒരു സ്ഥാപനം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് MGMന്റെ നേതൃത്വം ശ്രമിക്കുകയാണ്. ശൂന്യതയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമാണ്. പക്ഷേ അതിനടുത്ത തൻ്റെയിടം അദ്ദേഹം ആ തൻ്റെയിടം കാണിച്ചത് ഈ ഗ്രാമീണർക്കും ഈ നാട്ടിലുള്ള എല്ലാ ജനങ്ങളും അദ്ദേഹത്തിനോട് മതിപ്പുണ്ടാകണം, അദ്ദേഹത്തിന് നിസ്സീമമായ സഹകരണം നൽകണം. Warmly welcome Advocate MK Sri Kumar, President of Ithikara Block Panchayat for the felicitations. വിദ്യാർത്ഥികൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഭേദമില്ലാതെ ഇത്തരം മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിനെല്ലാം
പ്രതികരിക്കത്തക്ക നിലയിൽ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിൽ ഉയർന്നു വരണം എന്നാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ ഉയർന്നു വരുവാൻ ഡോക്ടർ ഗീവർഗീസ് സാറിന് കഴിയട്ടെ എന്നും ഈ സ്ഥാപനം കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ ചരിത്രത്തിൽ ഇതുപോലെ തന്നെ ആ സ്ഥാപനങ്ങളിൽ ഏറ്റവും മികച്ച സ്ഥാപനമായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇത്തിക്കര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീ ശ്രീലാൽ ചിറയത്ത് സാറിനെ സാദരം സ്വാഗതം ചെയ്യുന്നു. സർ, ഞങ്ങൾക്കെല്ലാം ഒരു ആശങ്കയുണ്ടായിരുന്നു എങ്കിൽ അത് സംരക്ഷിക്കപ്പെടുമെന്ന് നമ്മുടെ ഈ ആദിച്ചനല്ലൂർ ഈ മേഖലകളിലെ ജനത്തിന് ഉത്തമ വിശ്വാസമുള്ള കരങ്ങളിലാണ് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വളരെ ബോധ്യമുണ്ട്. To propose the vote of thanks, we now invite a leader who embodies elegance and excellence, our Chief Operating Officer, Srimati Alpha Mary. Ma'am, the stage is yours. I'm sure you're all waiting for this whole program to get over, and we have some wonderful program out for you. We have some music and dance from our students as well as some of the celebrities who have come here. So we are all waiting for that. So just before that, let me just finish my duty of giving the vote of thanks. So respected dignitaries, esteemed guests, and dear audience, let us all wish well for this institution and give our blessings for installing a wonderful institution for the benefit of generations to come. With that, I once again express my deepest gratitude to each and every one of you. Thank you all and have a wonderful evening ahead. Thank you so much. Jai Hind. നെഹ്റു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ഇനി MGM നെഹ്റു മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ ചാത്തന്നൂർ.